ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 1 തെസ്സലോനിക്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. വചനം പറയുകയാണ്, എപ്പോഴും സന്തോഷിക്കണം. വല്ലപ്പോഴും അല്ല, ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമല്ല. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എപ്പോഴും സന്തോഷിക്കണം. ധന്യനായ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് താഴ്ചയിൽ ഇരിപ്പാനും അറിയാം, എനിക്ക് സമൃദ്ധിയിൽ ഇരിപ്പാനും അറിയാം. ജീവിതത്തിൻ്റെ 2 തട്ടുകളെയും ഞാൻ ശീലിച്ചിട്ടുണ്ട്. ഈ 2 തട്ടും എന്നെ നിലനിർത്തുന്നത് ക്രിസ്തു എന്ന വലിയ മർമ്മമാണ്. അതാണ് തെസ്സലോനിക്യ സഭയോട് ആത്മാവിൽ എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങൾ വല്ലപ്പോഴും സന്തോഷിച്ചാൽ പോരാ, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഇടവിടാതെ പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ ജീവിതത്തിനകത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എന്തുവാ? അവരുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തു എന്ന വലിയ മർമ്മം ചില സാഹചര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. എന്നാൽ തെളിഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെ എപ്പോഴും കണ്ടാൽ അതാ അവിടെ പറയുന്നത്, ഇടവിടാതെ പ്രാർത്ഥിക്കണം. പൗലോസിനെ തന്നെ എടുക്കാൻ നോക്കിയേ. കാരാഗ്രഹത്തിനകത്ത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കാലുകൾ ആമത്തിലിട്ട് ശരീരമാസകലം അടിച്ച് മുറിവുകളോടുകൂടി ആ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും ധന്യനായ പൗലോസ് അവിടെയും ആരാധിക്കുകയാണ്, അവിടെയും പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്തുവാ? വചനം പറയുകയാണ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ, എപ്പോഴും പ്രാർത്ഥിക്കാൻ. നല്ല സമയം വരുമ്പോൾ മാത്രമല്ല, സന്തോഷം വരുമ്പോൾ മാത്രമല്ല. കാരണം ദൈവവചനം പറയുന്നത്, ഇതാണ് നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതികൂലത്തിലും കർത്താവിനെ സ്തോത്രം ചെയ്യണം, ദൈവത്തെ സ്തുതിക്കണം. ആ കാരാഗ്രഹത്തിനകത്ത് അങ്ങനെ ആരാധിക്കാനും അങ്ങനെ പ്രാർത്ഥിക്കാനും തൻ്റെ അകത്ത് കിടന്ന ആത്മമനുഷ്യന് തോന്നിയപ്പോൾ സംഭവിച്ചത് നോക്കിയേ. ഒരു സാധ്യതയുമില്ലാത്ത കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ഈ സന്തോഷം അനുഭവിക്കാനിടയായില്ലേ? ഈ മഹാസന്തോഷത്തിനകത്ത് അവർ പ്രവേശിച്ചില്ലേ? കാരണം എന്തുവാ? ആ അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിനകത്തുണ്ടായ സന്തോഷവും, ഒരു ഭാഗത്ത് ഓർക്കണം, ശരീരം മുഴുവൻ മുറിവുകളാൽ വേദനയാൽ ഭാരപ്പെടുമ്പോഴും തൻ്റെ ആരാധനയും തൻ്റെ പ്രാർത്ഥനയും ഒക്കെ കണ്ട് തൻ്റെ ജീവിതത്തിനകത്ത് ആരാധനയുടെ നടുവിൽ വെളിപ്പെട്ടു വന്ന ക്രിസ്തുവിൻ്റെ മഹത്വത്തെയൊക്കെ കണ്ടപ്പോൾ കാരാഗ്രഹ പ്രമാണി പറഞ്ഞു, എനിക്കും ഈ സന്തോഷം വേണം, എനിക്കും ഈ വെളിച്ചം വേണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് വല്ലപ്പോഴുമൊക്കെ സന്തോഷിച്ചാൽ, നല്ല സമയം വരുമ്പോൾ മാത്രം സന്തോഷിച്ചാൽ, വാസ്തവത്തിൽ ഈ ക്രിസ്തുവിനെ മറ്റുള്ളവരെങ്ങനെ അറിയും? നമ്മുടെ പ്രതികൂലത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് മറ്റു മേഖലകൾക്കകത്ത് നിൽക്കുന്ന പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് നമ്മെ കാണുമ്പോൾ ഒരു സാക്ഷ്യത്തോടെ പറയാൻ പറ്റണം, ഏത് സാഹചര്യം വന്നാലും അവർക്ക് സന്തോഷമാണ്, കടഭാരം വന്നാലും അവർക്ക് സന്തോഷമാണ്, രോഗം വന്നാലും അവർക്ക് സന്തോഷമാണ്. കാരണം എന്തുവാ? തെസ്സലോനിക്യ സഭയോട് ആത്മാവ് എഴുതുന്നു, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം, നിങ്ങൾ എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇത് നാട്ടുകാരുടെ ഇഷ്ടമല്ല, ഇത് നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം ഇതാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴും പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ കർത്താവിനെ മുറുകെ പിടിക്കാനും ഒക്കെ, കഷ്ടതയിലും സ്തോത്രം ചെയ്യാനൊക്കെ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.